ഫോൺ വിളിച്ചാൽ നിനക്ക് എടുത്തൂടെ? ഞാൻ ഉറങ്ങായിരുന്നു. എന്താ കാര്യം? ശിവാനി എവിടെയാടാ? ഈ രാത്രി നീ അവളെ എങ്ങോട്ടാ കൊണ്ടുപോയേ? ഇതെന്താ ഇങ്ങനെ ചോദിക്കുന്നേ? അവള് നിന്റെ കൂടെ ആയിരുന്നില്ലേ? രാത്രി ഞാനല്ല അവിടെ കൊണ്ടാക്കിയേ. എന്റെ കൂടെ തന്നെ ആയിരുന്നു. പക്ഷെ രാത്രി കുറെ കഴിഞ്ഞപ്പോ അവളെ ഇവിടെ കാണുന്നില്ല. അവളെങ്ങോട്ടാടാ പോയെ? ഏയ്, സത്യമായിട്ടും എനിക്കറിയില്ല. ഞാൻ രാത്രി വീട്ടിലെത്തി അപ്പൊ തന്നെ ഉറങ്ങിപ്പോയി. ഇപ്പൊ ഞാൻ എണീറ്റേ ഉള്ളൂ. കെട്ടുകഥ ഉണ്ടാക്കി പറയല്ലേ തൃശൂൽ. ശിവാനി നിന്റെ കൂടെ തന്നെ ആയിരിക്കും വന്നിരിക്കുന്നത്. ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? ഞാൻ സത്യമാണ് പറയുന്നത്. അവൾ എവിടെ പോയെന്ന് എനിക്ക് അറിയില്ല. ശിവാനി എവിടെ പോവാനാ സാധ്യത? ഇവളെപ്പോഴാ ഇങ്ങോട്ട് വന്നേ? ഹലോ ഹലോ തൃശൂൽ, ഒരു മിനിറ്റ്, ഞാൻ തന്നെ അങ്ങോട്ടേക്ക് വിളിക്കാം. എടാ തൃശൂൽ, തൃശൂൽ. ത്രിവിക്രം, എന്തു പറ്റി? നീ എന്തിനാ തൃശൂലിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നേ? ഇവിടെ വേറെ എന്തോ നടന്നിട്ടുണ്ട്. എന്താ നടന്നേ? ശിവാനിയോട് എനിക്ക് ശരിക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റില്ല. ഞാൻ ചോദിച്ചതിനോ പറഞ്ഞതിനോ ഒന്നും അവള് റെസ്പോണ്ടും ചെയ്തില്ല. ഞാൻ ചിന്തിക്കുന്നത് ശരിയാണെങ്കിൽ ശിവാനിയുടെ മനസ്സിൽ ഇപ്പോഴും ആ തൃശൂല് തന്നെ ഉള്ളേ. തൃശൂൽ ശിവാനിക്ക് താലി കെട്ടിയതിനു ശേഷം നിങ്ങളുടെ പ്രണയം പൊട്ടിയ കണ്ണാടി പോലെയായി. ഇപ്പൊ നീ അവളുടെ കൂടെ നടന്ന് നന്നായി പെരുമാറിയിട്ടും ആ കണ്ണാടിക്ക് പകരം മറ്റൊന്ന് വയ്ക്കുകയാണ് വേണ്ടത്. നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് പൊട്ടിപ്പോയ കണ്ണാടി കൂട്ടിച്ചേർക്കാൻ നോക്കിയാൽ ചെറിയ പൊടികൾ നിന്റെ കയ്യിൽ മുറിവുകൾ ഉണ്ടാക്കും. വിശ്വാസം ഇല്ലാത്തടത്ത് പ്രണയത്തിന് സ്ഥാനം ഉണ്ടാവില്ല. ഒരുപക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് യഥാർത്ഥ പ്രണയം ആയിരിക്കില്ല. ശരി, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് പറ. നീ ഇപ്പൊ അവളുടെ വിശ്വാസം നേടിയെടുക്കാൻ നോക്ക്. അപ്പൊ തനിയെ അവൾക്ക് നിന്നോട് പ്രണയം തോന്നി തുടങ്ങും. അപ്പോൾ അവൾ നിന്നെ തേടി വരും. അങ്ങനെ ഒരു പ്രാവശ്യം തേടി വന്നാൽ പിന്നീട് ഒരിക്കലും അവൾ നിന്നെ വിട്ടു പോവില്ല. ശരി, നീ പറയുന്ന പോലെ ചെയ്യാം. കുറച്ച് സമാധാനപ്പെട്. ശിവാനിയെ നിനക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത് നിന്റെ ഭാഗ്യമാണെന്ന് വിചാരിക്കാം. ഈ ഒരു അവസരം നീ ഇനി നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെടുത്തില്ല ഞാൻ. എന്ത് വില കൊടുത്തു അവളെ ഞാൻ തന്നെ നേടിയിരിക്കും. അവളെ എനിക്ക് വേണം മായങ്ങനെ. പാവ, അത് മുതലാളിയായിരുന്നോ? മുതലാളി, എന്റെ ശ്രദ്ധക്കുറവുകൊണ്ട് ഒരുപക്ഷെ ആ പാവം നഷ്ടപ്പെട്ടെന്നെ. മരുമകളാ അതെന്നെ തിരിച്ചേൽപ്പിച്ചത്. ശിവാനിയോ? ആ അതെന്നെ. ആ പാവ എങ്ങനെ നഷ്ടപ്പെട്ടു പോയിരുന്നെങ്കിൽ മുതലാളിക്ക് ഇപ്പൊ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റാതായനെ. എന്നാൽ എന്റെ മുതലാളി എന്നോട് ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു? നന്ദീശ, ഞാൻ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ നീ ആ പാവയെ ഒരുപാട് ശ്രദ്ധിക്കുമായിരുന്നു. അപ്പൊ നിന്റെ വീട്ടുകാർക്കൊക്കെ സംശയം ഉണ്ടായാൽ. ചില കാര്യങ്ങൾ നിഗൂഢമായി തന്നെ ഇരിക്കണം. അതൊക്കെ പോട്ടെ, മുതലാളി പോയ കാര്യം എന്തായി? ശരിയായില്ല നന്ദീശ. എനിക്ക് എന്റെ ഈ കണ്ണുകൊണ്ട് നാഗറാണിയെ കാണാനുള്ള ശക്തി സിദ്ധിച്ചില്ല. എന്താ സംഭവിച്ചത് മുതലാളി? അറിയില്ലടാ, ഏതോ ഒരു ശക്തി എന്നെ തടഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി. ഏതാണ് ആ ശക്തി? എന്താ സംഭവിച്ചത്? ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചോ? ഇന്നെങ്കിലും ആ നാഗറാണിയെ നശിപ്പിക്കാന്നാ ഞാൻ വിചാരിച്ചത്. എന്തായാലും നമ്മുടെ സമയം തീരെ ശരിയല്ല നന്ദീശ. മുന്നോട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല. ഗുരുക്കളോട് ഉപദേശം ചോദിക്കാന്ന് വെച്ചാ അദ്ദേഹം എവിടാണെന്ന് പോലും അറിയില്ല. മുതലാളി എന്താ ഈ പറയുന്നത്? അദ്ദേഹം തിരിച്ചു വന്നു. എന്താ നീ പറയുന്നത്? ഗുരുക്കള് വീട്ടിലേക്ക് വരുന്നു താളിയോല അയച്ചിരുന്നു. പക്ഷെ എന്തോ ഇതുവരെ വന്നില്ല. വരാതിരുന്നുള്ള കാരണം എനിക്കറിയില്ല. എന്തായാലും ഗുരുക്കൾ തിരിച്ചു വന്നു എന്നുള്ള സത്യം. അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയായിരിക്കും. എനിക്കിപ്പോ തന്നെ അദ്ദേഹത്തെ പോയി കാണണം. മുതലാളി, ആദ്യം നമുക്ക് വീട്ടിലേക്ക് പോവാം. അവിടെ കൊച്ചമ്മയും മക്കളൊക്കെ കാത്തിരിക്കാം മുതലാളി കാണാൻ വേണ്ടിട്ട്. നന്ദീശ, നീ എന്നെ തടയണ്ട. നാഗറാണിയുടെ കാര്യത്തിൽ നമ്മൾ ഇനി ശ്രദ്ധക്കുറവ് കാണിക്കാൻ പാടില്ല. ആദ്യം അവളെ ഇല്ലാതാക്കണം. അതിനു മുമ്പ് മറ്റൊരു കാര്യമുണ്ട്. എന്താ മുതലാളി? അത് ഇപ്പൊ എന്തായാലും വേണ്ട. സമയമാകുമ്പോ ഞാൻ തന്നെ പറഞ്ഞോളാം. ശരി, നീ വാ എൻ്റെ കൂടെ.
ശിവാനി, നീ എപ്പോഴും വന്നേ? എങ്ങനെ ഉണ്ടായിരുന്നു ഡിന്നർ? എല്ലാം നന്നായിരുന്നില്ലേ? ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. ചോദിക്കേണ്ട കാര്യമില്ല, നന്നായിരിക്കുമല്ലോ. ആ കാര്യം ഓർത്ത് ഞാൻ കിടന്നുറങ്ങിയേ, അതുകൊണ്ടാ ഓർക്കം വരാതിരുന്നേ. പറ, എങ്ങനെ ഉണ്ടായിരുന്നു ഡിന്നർ? എന്നെ ഒറ്റയ്ക്കാക്കിട്ട് നീ എന്തിനാ വന്നേ? ഞാൻ എന്തോ ചോദിക്കുന്നു, നീ വേറെന്തോ പറയുന്നു. ഡിന്നർ എങ്ങനെയുണ്ടായിരുന്നു എന്നാ ചോദിച്ചേ. എന്തിനാ എന്നെ വിട്ടിട്ട് വന്നേന്ന്? എനിക്ക് ഒരു കോള് വന്ന്, അതുകൊണ്ട് വന്നതാ. എന്നിട്ടെന്താ എന്നോട് പറയാതിരുന്നേ? നിങ്ങൾക്കിടയിൽ വെറുതെ ഒരു ശല്യമാവണ്ടെന്ന് കരുതി. ഓ, ഇവിടുന്ന് വിളിച്ചോണ്ട് പോയപ്പോ എനിക്കിതൊന്നും പറയാനില്ലായിരുന്നല്ലോ. പറഞ്ഞ നീ വരില്ലായിരുന്നു. ശരി, വിളിച്ചോണ്ട് പോയ ആൾക്ക് തിരിച്ച് വീട്ടിലെത്തിക്കാനുള്ള ഉത്തരവാദിത്തം കൂടെ ഉണ്ടെന്ന് അറിയില്ലേ നിനക്ക്? അവന്റെ കൂടെ തന്നെ ഇരിക്കണം എന്നുള്ളത് നിന്റെ ആഗ്രഹമായിരുന്നില്ലേ? എന്റെ ആഗ്രഹങ്ങളെ നിറവേറ്റി തരാൻ ഞാൻ നിന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ലെങ്കിലും അതൊക്കെ നടത്തി തരേണ്ടത് എന്റെ ഉത്തരവാദിത്തം തന്നെയല്ലേ? ഇത്രയൊക്കെ സംസാരിക്കുന്നവൻ അർദ്ധരാത്രിയിൽ ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് വരാനുള്ള സ്ഥിതിയിൽ എത്തിച്ചില്ലേ? നീ ഒറ്റയ്ക്കാണോ വന്ന ശിവാനി? സോറി, അതൊന്നും ഞാൻ അറിയാത്ത കാര്യമാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രൈവസി തരാൻ വേണ്ടി തിരിച്ചു വന്നതാ. ഇനി എപ്പോഴെങ്കിലും എന്നെ ഇതുപോലെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ഒറ്റയ്ക്കാക്കിട്ട് വന്നാലുണ്ടല്ലോ, ഒന്ന് കാണിച്ചു തരാ ഞാൻ. എന്ത് ചെയ്യുന്നേ? നിന്റെ കാല് ഞാൻ തല്ലി ഒടിക്കും. അയ്യോ സോറി ശിവാനി, സോറി സോറി. എന്നോട് സംസാരിക്കാൻ വരണ്ട. നിന്നെ കാണുമ്പോ തന്നെ എനിക്ക് ദേഷ്യം വരിക. പണ്ടെന്തോ ഭയങ്കര സ്നേഹമായിരുന്നല്ലോ. ഏ? അല്ല, ഒന്നുമില്ല, എന്റെ വലത്തെ കണ്ണ് തുടിച്ചോണ്ടിരിക്കുന്നു, അതുകൊണ്ടാ. ആ, പോകുമ്പോഴും അത് തന്നെയാ പറഞ്ഞത്. എന്താ വീണ്ടും എന്നെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാനുള്ള പ്ലാനാണ്? അയ്യോ അങ്ങനെയൊന്നല്ല. ആ പേടി നല്ലതാ. എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കി അപ്പൊ നിനക്ക് മനസ്സിലായേനെ. അതും അമാവാസി രാത്രി ഹരിതാത്തത് എന്തെങ്കിലും സംഭവിച്ചു പോയാ? അഹങ്കാരം നിനക്ക്. ഞാനൊന്നും പറയില്ലെന്നുള്ള ധൈര്യം കൊണ്ടല്ലേ. ഒരു പെണ്ണിനെ ആരെങ്കിലും ഇങ്ങനെ ഒറ്റയ്ക്കാക്കിട്ട് വരുമോ? ശിവാനി, നീ എന്തോ പറയുന്നുണ്ടല്ലോ, ഏത് മന്ത്രം ഇത്? ശതനാമാവലി കേക്കണോ നിനക്ക്? വേണ്ട ശിവാനി, പ്ലീസ്, നീ ഇങ്ങനെ ഇരിക്കല്ലേ. എന്തേ? വീണ്ടും ഞാൻ വെറുതെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കും. എന്നുവെച്ചാ? അത് അത് തല ചൊറിഞ്ഞത് മതി, കിടക്ക്. ശിവാനിയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇങ്ങനെയൊക്കെ അവള് ഇതുവരെ സംസാരിച്ചിട്ടില്ലല്ലോ. എന്തായിരിക്കും കാര്യം? ഹലോ, ഇപ്പൊ അവള് നിന്റെ ഭാര്യയൊക്കെ ആയിരിക്കും, പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഡിവോഴ്സ് ആവാൻ പോവാ, അത് ഓർമ്മ വേണം. ഈ കാണുന്ന ശലഭങ്ങളൊക്കെ വെറും സ്വപ്നം മാത്രം. ഇതെന്റെ സ്ഥലമല്ല, താഴെ ഇറങ്ങി കിടക്കുന്നതാണ് നല്ലത്. നന്ദീശ, മുതലാളി, ഗുഹയൊക്കെ എന്താടാ ഇങ്ങനെ ഇരിക്കുന്നത്? ഇതിപ്പോ ആരോ നശിപ്പിച്ചതുപോലെ ഉണ്ടല്ലോ. അതെ മുതലാളി,
എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഗുരുക്കൾ ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ ഇത് ഈ സ്ഥിതിയിലായിരിക്കില്ല. അദ്ദേഹം തിരിച്ചു വന്നു നിനക്ക് ഉറപ്പാണോ? അതേ മുതലാളി, ഗുരുക്കൾ തന്നെയാണ് വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അറിയിച്ചത്. ആ ഓല ഞാൻ വായിച്ചും കൂടിയാ. പിന്നെന്താ ഇവിടെ ഇങ്ങനെയൊക്കെ? ഗുരുക്കളെ, ഗുരുക്കളെ, ഗുരുക്കളുടെ മാന്ത്രികത ഉണ്ടാണല്ലോ കിടക്കുന്നത്. ഇതെല്ലാം കൂടെ കാണുമ്പോ ഗുരുക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണോ? എനിക്കും അതേ സംശയം തന്നെയാ തോന്നുന്നത്. മൊത്തത്തിൽ എന്തോ ഒരു നിഗൂഢത പോലെ. എന്തു പറ്റി മുതലാളി? നന്ദീശ, ഗുരുക്കൾക്ക് എന്തോ സംഭവിച്ചു എന്നുള്ളത് സത്യം. അദ്ദേഹം എന്തോ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. എന്തപകടം? ആരാ അപകടപ്പെടുത്തിയിട്ടുണ്ടാവാ? അതാണിനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം മുതലാളി? നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ തന്നെ അദ്ദേഹം അല്ലേ വരാറുള്ളത്. ഇതിപ്പോ അദ്ദേഹം തന്നെ അപകടത്തിൽപ്പെട്ടു എന്ന് പറഞ്ഞാ നമ്മൾ എന്താ ചെയ്യാ? നന്ദീശ, പരിഹാരമില്ലാത്തതായിട്ട് ഈ ലോകത്ത് ഒരു കാര്യങ്ങളുമില്ല. ഉത്തരങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് ചോദ്യങ്ങൾ പോലും ഉണ്ടായത്. ഗുരുക്കളും അങ്ങനെയാണ്. അദ്ദേഹത്തിനുണ്ടായ അപകടം നമുക്ക് മനസ്സിലാക്കാനായി ഏതെങ്കിലും ഒരു വഴി അദ്ദേഹം തന്നെ നമുക്ക് മാറ്റിവെച്ചിട്ടുണ്ടാവും. അതെന്താണെന്ന് കണ്ടുപിടിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതെന്ത് വഴിയാ മുതലാളി? നന്ദീശ, ഉത്തരം ഇവിടെ തന്നെയുണ്ട്. താളിയോലേ? ദിഗ്വിജയ, ഈ താളിയോലകൾ നിനക്കായി എഴുതിയതാണ്. ഞാൻ ആപത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ നിന്റെ മുന്നോട്ടുള്ള മാർഗത്തിനായി ഞാൻ എഴുതിയ മാർഗനിർദ്ദേശമാണിത്. എനിക്കെന്ത് സംഭവിച്ചു എന്നറിയുവാൻ വേണ്ടി നീ ഒരാളെ പോയി കാണേണ്ടതുണ്ട്. അതാണ് തവക്കൽ റഹ്മാൻ. തവക്കൽ റഹ്മാൻ. എന്താ പെട്ടെന്ന് റെഡിയായിട്ട് വരാൻ പറഞ്ഞു? എന്താ കാര്യം? കയറ് പറയാം. ബൈക്കിലോ? എങ്ങോട്ടേക്കാ? പോവാൻ ഇറങ്ങുമ്പോ എങ്ങോട്ടേക്കാണെന്ന് ചോദിക്കല്ലേ ശിവാനി. ഇപ്പൊ ബൈക്ക് മാത്രമേ ഉള്ളൂ. കാർ സർവീസിന് കൊടുത്തിരിക്കുക. വാ കയറ്. ശിവാനി വാ, ഇരിക്കേ. എന്താ പറ്റിയത്? കറണ്ട് അടിച്ചതുപോലെയുണ്ട്. എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായിട്ടും കാര്യമില്ലല്ലോ. തൃശൂൽ, നീ ഇപ്പൊ എങ്ങോട്ടാ എന്നെ കൊണ്ടുവന്നേ? വെറുതെ എവിടെയെങ്കിലും ഒന്ന് കറങ്ങിയിട്ട് വരാം. കറങ്ങിയിട്ട് വരാനോ? എന്താ പറ്റിയേ? അറിയില്ല എന്ത് പറ്റിയെന്ന് നോക്കട്ടെ. ഒന്നിറങ്ങി. എന്തോ പെട്ടെന്ന് അങ്ങ് നിന്നുപോയി.
ഇവനത് എവിടെ പോയി? വരണ്ട സമയം കഴിഞ്ഞല്ലോ. എന്താ പറ്റിയത്? ബൈക്കിന് പനി പിടിച്ചു. എന്താ ബൈക്കിന് പനി പിടിച്ചെന്നോ? പിന്നല്ലാതെ എനിക്കെങ്ങനെ അറിയാനാ? ഞാൻ എന്താ മെക്കാനിക് ആണോ? നിനക്ക് റിപ്പയർ ചെയ്യാൻ അറിയാവുന്നതാണല്ലോ. ട്രിപ്പിന് പോയപ്പോ കാറ് നന്നാക്കിയില്ലേ നീ? അത് കാറ്, ഇത് ബൈക്ക്. എനിക്ക് ബൈക്ക് റിപ്പയർ ചെയ്യാൻ അറിയില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? അവൻ വരുന്നവരെ കാത്തിരിക്കണം. എന്താ പറഞ്ഞേ? റിപ്പയർ ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞതാ. അമ്മോ, വന്നല്ലോ. ഹായ് ബ്രോ. ഹായ് ശിവാനി. ഇവൻ ഇങ്ങോട്ട് വരുന്നത് നിനക്ക് നേരത്തെ അറിയായിരുന്നോ? ഇല്ല ഇല്ല, എനിക്കറിയില്ലായിരുന്നു. എന്നിട്ട് ഇവനാണെന്ന് മനസ്സിലാവുന്നതിന് മുന്നേ ഇവൻ വന്നു എന്നാണല്ലോ നീ പറഞ്ഞത്. കാർ കണ്ടപ്പോ അവൻ പെട്ടെന്ന് ഗസ് ചെയ്തതായിരിക്കും തോന്നുന്നേ. ബൈ ദ വേ, നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നേ? എനി പ്രോബ്ലം? ബ്രോ, അത് ബൈക്ക് പെട്ടെന്ന് അങ്ങ് നിന്നുപോയെന്നേ. കുറെ നേരമായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക, മനസ്സിലാവുന്നില്ല. എന്തോ പറ്റിയിട്ടുണ്ട്. ശിവാനിയും കൊണ്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. ബൈക്കാണെങ്കിൽ ഇങ്ങനെ ആയിപ്പോയി. ബ്രോ പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യോ? ശിവാനിയെ നീ ഒന്ന് കറങ്ങാൻ കൊണ്ടുപോകോ? ഞാനോ? പ്ലീസ് ബ്രോ, ഒന്ന് വിളിച്ചോണ്ട് പോ. വേണ്ട, ഞാൻ നിന്റെ കൂടെ വന്നോളാം. ഒന്ന് വെറുതെ ഇരിക്കും ശിവാനി. നീ വേഗം അവന്റെ കൂടെ പോയി. ഞാൻ ബൈക്ക് ശരിയാക്കിയിട്ട് അങ്ങോട്ടേക്ക് വന്നേക്കാം. അല്ല തൃശൂൽ, വേഗം ഒന്ന് കയറ് ശിവാനി. പറയുന്നത് കേൾക്ക്. വാങ്ങോട്, വന്ന് കയറ്. ശിവാനി വാ. ശിവാനി, എന്റെ ജീവിതത്തിൽ ഈ ഒരു ഗതികേട് വരുമെന്ന് ഞാൻ വിചാരിച്ചേയില്ല. അവൾ എന്റെ കൂടെ ഇപ്പോ ഈ വണ്ടി കയറണമെന്നാണ് എന്റെ ആഗ്രഹം. ഇന്നിപ്പോ നീ തന്നെ എന്റെ കൂടെ വണ്ടി കയറണമെന്ന് ആഗ്രഹിച്ചിട്ടും അവന്റെ കൂടെ പറഞ്ഞു വിടേണ്ടി വന്നില്ലേ? ഇതെല്ലാം നിന്റെ സന്തോഷത്തിന് വേണ്ടിയാ. നീ സന്തോഷത്തോടെ ഇരുന്നാ മതി എനിക്ക്. മുതലാളി, ഈ പേര് ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. ആരായിരിക്കും അത്? ഗുരുക്കൾ ഒരാളുടെ കാര്യം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഒരു സാധാരണ വ്യക്തി ആയിരിക്കില്ല. ഇദ്ദേഹത്തിന് ഗുരുക്കളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാമായിരിക്കും. നമ്മളത് എങ്ങനെ മനസ്സിലാക്കും? നമുക്ക് എത്രയും വേഗം തവക്കൽ റഹ്മാനെ പോയി കാണണം. അദ്ദേഹം ഇപ്പൊ എവിടെ ഉണ്ടാവുക? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? വേറൊന്നുമല്ല മുതലാളി, വീട്ടുപേരോ അഡ്രസ്സോ ഒന്നുമില്ല നമ്മുടെ കയ്യില്. പിന്നെ എങ്ങനെ കണ്ടുപിടിക്കുക? മുതലാളി എന്നെ ആലോചിച്ച് നോക്ക്. ഒരുപാട് ബുദ്ധിമുട്ടും. ഗുരുക്കൾ വന്ന് ചോദിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി. നന്ദീശ, മുന്തിരി കിട്ടിയില്ല എന്ന് വെച്ച് അതിന് പുളിപ്പാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കയ്യെത്തും ദൂരത്തെത്തിട്ട് വിട്ടുകളയുന്നതാണ് പ്രശ്നം. നമുക്കിതിപ്പോ ആരാണെന്ന് തന്നെ മനസ്സിലായിട്ടുമില്ല. കണ്ണിൽ കാണാൻ പറ്റും നന്ദീശ, അന്വേഷിക്കണമെന്ന് മാത്രം. വെറും ഒരു പേര് വെച്ച് നമ്മൾ എവിടെ പോയി അന്വേഷിക്കും? പേര് തവക്കൽ റഹ്മാൻ എന്നായതുകൊണ്ട് മുസ്ലിമാണ്. അപ്പൊ പിന്നെ അദ്ദേഹത്തെ നമുക്ക് ഏതെങ്കിലും പള്ളിയിലോ മസ്ജിദിലോ വെച്ച് തീർച്ചയായും കണ്ടുകിട്ടും.